ഡിയർ ഫ്രണ്ട്സ്, കെമിസ്ട്രി പഠിച്ച് നിങ്ങളെല്ലാവരും ക്ഷീണിച്ചിരിക്കുമായിരിക്കും. അപ്പം ഒരു എനർജി ഡ്രിങ്ക്, അതായത് ഫ്രം ദ സ്വീറ്റ് ടു സ്വീറ്റസ്റ്റ്, അങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. സ്വീറ്റ്നെസ് തരുന്നത് നിങ്ങൾക്കറിയാം, ഗ്ലൂക്കോസ് എന്ന ഷുഗറാണ് സ്വീറ്റ് ടേസ്റ്റ് നമുക്ക് നൽകുന്നത്. എന്നാൽ ആ ഗ്ലൂക്കോസിനെ നമുക്ക് സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മധുരമുള്ള സാക്രൈഡ് ആയിട്ടുള്ള ഫ്രക്ടോസാക്കി മാറ്റുന്ന റിയാക്ഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് മധുരം, ഫ്രക്ടോസ് അതിമധുരം. കെയിൻ ഷുഗറിനേക്കാളും ഇരട്ടി മധുരമാണ് ഫ്രക്ടോസിന്. ദീസ് ആർ നാച്ചുറൽ ഷുഗേഴ്സ്. സോ ഗ്ലൂക്കോസ് ടു ഫ്രക്ടോസ്, അതിൻ്റെ കൺവേർഷന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വേഗത്തിൽ ഗ്ലൂക്കോസിനെ ഫ്രക്ടോസായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഓസസോണിൻ്റെ സിന്തസിസ്, എങ്ങനെയാണ് ഓസസോൺ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. ഗ്ലൂക്കോസ് ആണെങ്കിലും ഫ്രക്ടോസ് ആണെങ്കിലും ഒരേ ഒരു ഓസസോൺ നൽകുകയാണ്. അതായത് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നമ്മളിപ്പം ഇങ്ങനെ ഒരു കൺവേർഷൻ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏതിനെ ഏതായിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഏതാണ്, ഫൈനൽ പ്രോഡക്റ്റ് ഏതാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം കൺവേർഷൻ്റെ സ്റ്റെപ്സ് എഴുതാനായിട്ട്. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാം. CHO, CHOH, CHOH. ഇവിടെ ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടത് തേർഡ് കാർബണിലെ OH ലെഫ്റ്റ് സൈഡിലാണ്. ബാക്കി 4th, 5th, 6th ഒരുപോലെയാണ്. ഫസ്റ്റ് കാർബൺ CHO ആൽഡിഹൈഡിൽ, ദറ്റ് ഈസ് ഗ്ലൂക്കോസിൽ. ഫ്രക്ടോസ് വരുമ്പോൾ കീറ്റോൺ ആണ്. കീറ്റോ ഗ്രൂപ്പിന് ഒരു മിഡിൽ കാർബണായിട്ടേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് CH2OH, CO, C ഡബിൾ ബോണ്ടും, ദെൻ ബാക്കിയെല്ലാം സിമിലറാണ്. അപ്പോൾ ഇവിടെ ഈ ഗ്ലൂക്കോസിനെ നമുക്ക് ഫ്രക്ടോസ് ആക്കണം. ഈ പർട്ടിക്കുലർ സ്ലൈഡിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എക്സസ് ഓഫ് ഫിനൈൽ ഹൈഡ്രസിൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ഒരു ഓസസോണാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഈ ഫ്രക്ടോസ് ആവശ്യമില്ല. നമുക്കിവിടെ ഗ്ലൂക്കോസിൻ്റെ മാത്രം റിയാക്ഷൻ നോക്കാം. സോ എക്സസ് ഓഫ് ഫിനൈൽ ഹൈഡ്രസീൻ ഗ്ലൂക്കോസിനെ എന്തായിട്ട് മാറ്റും? ഓസസോണാക്കി മാറ്റും. സോ അവർ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഈസ് ഗ്ലൂക്കോസ് that is treated with excess of phenyl hydrazine, then you get the osazone, that is CH double bond N NH C6H5, C double bond N NH C6H5, COH. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ മൂന്നും കൂടെ CHOH ത്രൈസ് CH2OH എന്ന് എഴുതാം. ഓക്കെ, ഈ സ്ലൈഡിലെ പോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് CH ഡബിൾ ബോണ്ട് N NH C6H5, C ഡബിൾ ബോണ്ട് N NH C6H5, CHOH ത്രൈസ് CH2OH. ഇത് നമ്മുടെ ഓസസോണാണ്. ഓസസോൺ. ഈ ഓസസോണിനെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രലൈസ് ചെയ്യാണ്, HCl. കാരണം നമുക്ക് ഇവിടെ ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് വേണ്ടത് ഫസ്റ്റിൽ CH2OH, ദെൻ CO. അപ്പോൾ അത് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബൺ ആറ്റത്തിനാണ് ചേഞ്ച് വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ബോണ്ടും ബ്രേക്ക് ചെയ്യുകയാണ്. എന്നിട്ട് യു ഗെറ്റ് CHO അറ്റ് ദി ഫസ്റ്റ് കാർബൺ ആൻഡ് C ഡബിൾ ബോണ്ടോ അറ്റ് ദി സെക്കൻഡ് കാർബൺ. ബാക്കിയുള്ളതിനെയൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണെങ്കിലും ഫ്രക്ടോസിൻ്റെ അടുത്ത് വരാനായിട്ട് കാർബണൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞു. പക്ഷേ ഫസ്റ്റ് CHO എന്ന് പറയുന്നത് ഫ്രക്ടോസിന് CH2OH ആക്കണം. അപ്പോൾ ഇവിടെ ഒരു സെലക്റ്റീവ് റിഡക്ഷൻ വേണം. കാർബണൈൽ CO ഗ്രൂപ്പിനെ അഫക്റ്റ് ചെയ്യാതെ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ മാത്രം റെഡ്യൂസ് ചെയ്യുന്ന ഒരു റിയേജൻറ്റ് വേണം. അപ്പോൾ നമുക്ക് അവിടെ റിഡക്ഷന് സിങ്ക് ആൻഡ് അസറ്റിക് ആസിഡ് നമുക്ക് HAC എന്ന് ഷോർട്ട് എഴുതിയിരിക്കുകയാണ്. ദറ്റ് ഈസ് ഇവിടെ സിങ്ക് ആസിഡ് ആൻഡ് മെറ്റൽ റിയാക്ട് ടു ലിബറേറ്റ് ഹൈഡ്രജൻ. സോ ദിസ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് സിങ്ക് ആൻഡ് അസറ്റിക് ആസിഡ് is capable of reducing the CHO group only without affecting the carbonyl group, and then you get CH2OH, C double bond O, CHOH thrice CH2OH. Okay, this is your fructose, the sweetest of all sugars. അപ്പോൾ എന്ത് എളുപ്പത്തിലാണ് നമ്മൾ സാധാരണ മധുരമുള്ള ഗ്ലൂക്കോസിനെ
അതിമധുരമുള്ള കെയിൻ ഷുഗറിനേക്കാളും അതിമധുരമുള്ള ഫ്രക്ടോസായിട്ട് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലൂക്കോസ് ഈസ് ട്രീറ്റഡ് വിത്ത് എക്സസ് ഓഫ് ഫിനൈൽ ഹൈഡ്രസിൻ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഓസസോണാണ്. ഓസസോൺ വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഓസസോണിനെ നമ്മൾ അടുത്തത് ഹൈഡ്രലൈസ് ചെയ്ത് അതിൻ്റെ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റായിട്ട് മാറ്റും. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പേര് ഓസോൺ എന്നാണ്. ഓസോൺ നിങ്ങൾ OZONE അറിയാം, ഓസോൺ. ദിസ് ഈസ് സിംപ്ലി ഓസോൺ. ഓസസോണിൻ്റെ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് ഈസ് കോൾഡ് ഓസോൺ. And that ozone can be readily reduced to our fructose by a selective reduction of aldehydic group alone without affecting the carbonyl group to fructose. എളുപ്പമായില്ലേ? അപ്പം ഈ തരത്തിൽ നിങ്ങൾക്ക് ഇനിയും കൺവേർഷൻ റിയാക്ഷൻസ് ആൽഡോസ് ടു, ഇത് നമുക്ക് ഇവിടെ ശരിക്കും നടന്നത് ഒരു ആൽഡോസ് ഷുഗറിനെ നമ്മൾ കീറ്റോസ് ഷുഗറാക്കി മാറ്റിയതാണ്. ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് ഐസോമറൈസേഷനാണ്. അതുപോലെ തന്നെ ആൽഡോസിനെ കീറ്റോസാക്കി മാറ്റുകയാണ്. സോ ഇതേപോലെയുള്ള കൺവേർഷൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് ഏതാണെന്ന് നോക്കുക, ഫൈനൽ പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കുക, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഗ്രൂപ്പിൽ വരുത്തേണ്ടത്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിയേജൻറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കൺവേർഷൻസ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതേപോലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൂട്ടുന്ന റിയാക്ഷൻസ്, സ്റ്റെപ്പിംഗ് ഡൗൺ, ലെങ്തനിങ് ഓഫ് ചെയിൻ, അതുപോലെ ഷോർട്ടനിങ് ഓഫ് ചെയിൻ, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഇനി വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.